കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ വിവാദം അനാവശ്യമായിട്ട് നമ്മുടെ ടൗൺഷിപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. നമുക്കറിയാം, വയനാട് ജില്ലയിലെ പാവപ്പെട്ട ആ ദുരന്തം ഏറ്റുവാങ്ങി മരണപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് നാളിതുവരെ അവർക്ക് വേണ്ടി പുനരധിവാസം പോലും ഒരുക്കാത്ത ആ പേര് പറഞ്ഞാൽ പിരിച്ചെടുത്തിട്ടുള്ളത് മരിച്ച ആളുകളുടെ പോലും പേരിൽ പണം പിരിച്ചെടുത്ത് ആ ആളുകൾക്ക് ഒരു വീട് പോലും ഒരുക്കാൻ കഴിയാത്തതിൻ്റെ ജാള്യത മറച്ചു വെക്കാൻ ഏതെങ്കിലും രീതിയിൽ ടൗൺഷിപ്പിനെ അപഹസിക്കണം അല്ലെങ്കിൽ അതിനെ ഇകഴ്ത്തണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് യൂത്ത് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അനാവശ്യമായിട്ട് വന്ന വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതിനാണ് ക്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാൻ ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ ശ്രമിച്ചിരിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ മന്ത്രി അടക്കം വന്നുകൊണ്ട് അത് മായ്ച്ചു കാണിച്ചു. ഇവിടെ ഉള്ള നിരവധിയായ ജോലിക്കാർ ഇവിടെ ഉണ്ട്. ഈ ജോലിക്കാരുടെ ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് നേരിട്ട് കയറി കാണാവുന്നതാണ്. അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് വെള്ളം കിനിയുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞപ്പോൾ, അതിനൊരു പരാതി പറഞ്ഞപ്പോൾ അത് കൃത്യമായി വന്ന് മാർക്ക് ചെയ്ത് വെച്ച് അതങ്ങനെ ഉണ്ടോ ഇല്ലയോ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ മാർക്കിനെ എടുത്തുകൊണ്ട് ആരാണ് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ കാര്യം. ആ മാർക്കിനെ എടുത്തുകൊണ്ട് അത് ക്രാക്കാണ്, പൊട്ടലാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് 30 വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ നടന്ന് കോടികൾ പിരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനീഷ് അടക്കമുള്ള ആൾ വന്നിട്ടാണ് ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞത്. അവരാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞ വീട് കൊടുക്കാൻ, നിങ്ങൾ പറഞ്ഞ പണം എന്ത് ചെയ്തു എന്ന് പറയാൻ ആദ്യം തയ്യാറാവണം. അല്ലാതെ അനാവശ്യ വിവാദങ്ങളിലേക്കല്ല കടക്കേണ്ടത്. ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ദുരന്തബാധിതർക്ക് ബോധ്യമുണ്ട്, ഇവിടെ വന്ന് കാണുന്ന ഓരോ ആളുകൾക്കും ഇവിടെ സർക്കാർ എന്താണ് ചെയ്തതെന്ന് കൃത്യമായി ബോധ്യമുണ്ട്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി രാജ്യത്ത് തന്നെ ഇല്ലാത്ത വിധം ഒരു മാതൃക കാണിച്ച് സർക്കാരിൻ്റെ കൂടെയാണ്, സർക്കാരിനോടൊപ്പമാണ്. ജനങ്ങൾ നിങ്ങളുടെ ഈ കള്ളപ്പതിങ്ങളൊന്നും ഏറ്റെടുക്കുകയില്ല. ആ മന്ത്രിയെ പോലും നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥത, കേരളത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു മന്ത്രിയെ, എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ആ ദുരന്തം ഉണ്ടായ സമയത്ത് ആ ദുരന്തബാധിതരായ മനുഷ്യർ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് എപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര പ്രതിബദ്ധതയോട് കൂടി പോയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് മന്ത്രി രാജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലും ഏറ്റവും മോശമായ രീതിയിലേക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾ, നിങ്ങൾ ജനമധ്യത്തിൽ ഒറ്റപ്പെടുമെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും നിങ്ങൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയില്ല എങ്കിൽ നിങ്ങളെ കേരളത്തിലെ ജനത തെരുവിൽ നേരിടുന്ന അവസ്ഥയുണ്ടാവുമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുക.